ഇപ്പോൾ NTA സമിതി ശുപാർശ അംഗീകരിച്ച് സുപ്രീം കോടതി എന്നതാണ്. നീറ്റ് പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് റീടെസ്റ്റ് നടത്താനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. 1563 പേർക്കാണ് റീടെസ്റ്റ് നടത്തുക. ഈ മാസം 23-ന് ടെസ്റ്റ് നടത്തും. പ്രധാനപ്പെട്ട തീരുമാനമാണ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വലിയ പരാതികളും ആശങ്കകളും ഉയർന്നു. ഒടുവിൽ കോടതി ഇടപെടലുണ്ടായി. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ തീരുമാനമുണ്ടാവുന്നത് എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം. ഐഷത്തുൽ ഷംന നമുക്കൊപ്പം ചേരുന്നു. ഷംന, വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ്. നിരവധി വിദ്യാർത്ഥികളുടെ ആശങ്കയായിരുന്നു ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ. എന്താണ് കോടതി ഇടപെടൽ? സജിത്, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവേശന പരീക്ഷയാണ്. അതിൻ്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു തരത്തിലേക്കാണ് സാഹചര്യങ്ങൾ പോകുന്നത്. 1563 പേർക്കാണ് ഇപ്പോൾ റീടെസ്റ്റ് ഉള്ളത്. ഈ മാസം 23-ന് റീടെസ്റ്റ് നടത്തും. ഈ മാസം 30-ഓടുകൂടി റിസൾട്ട് വരും. ആകെ 67 പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചിരുന്നത്. ഇതിൽ 47 വിദ്യാർത്ഥികൾ ഗ്രേസ് മാർക്ക് വഴിയാണ് ഒന്നാം റാങ്ക് ലഭിച്ചത് എന്ന തരത്തിലായിരുന്നു ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നത്. ഈ റീടെസ്റ്റ് നടത്തുക വഴി ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. റീടെസ്റ്റ് എഴുതിയിട്ടില്ലെങ്കിൽ അവർക്ക് ലഭിച്ച ഗ്രേസ് മാർക്ക് റദ്ദാക്കും. അവർ എഴുതി എത്ര മാർക്ക് ലഭിച്ചോ അതായിരിക്കും പിന്നീട് അവരുടെ ഫൈനൽ സ്കോർ എന്ന് പറയുന്നത്. അങ്ങനെ ഗ്രേസ് മാർക്ക് ലഭിച്ച 1563 പേർക്കാണ് ഇപ്പോൾ റീടെസ്റ്റ് നടത്താൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഷംന, ഇതിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുന്നത് ആദ്യം നമ്മൾ കണ്ടതാണ്. ഈ പരീക്ഷയിൽ ക്രമക്കേടോ പ്രശ്നങ്ങളോ ഇല്ല എന്നൊരു നിലപാട് പരീക്ഷ നടത്തിയ സമിതി സ്വീകരിച്ചിരുന്നു. പക്ഷേ പിന്നീട് ഇത് കോടതിയിലേക്ക് പോകുമ്പോഴാണ് ഇത്തരമൊരു നിലപാട് മാറ്റം ഉണ്ടാവുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ആദ്യമെടുത്ത നിലപാടുകൾക്കുള്ള ഒരു തിരിച്ചടിയായി കൂടി മാറുകയല്ലേ? അതായത് വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് ആ അർത്ഥത്തിലുള്ള ഒരു പരിഗണന കോടതിയിൽ നിന്നുണ്ടായി, അങ്ങനെ കരുതാം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് സജിത്. നമുക്ക് ഈ എക്സാം എഴുതാൻ സമയം ലഭിച്ചില്ല എന്ന തരത്തിലൊക്കെയാണ് പിന്നീട് അവർക്ക് ഗ്രേസ് മാർക്ക് ലഭിക്കുന്നതൊക്കെ. ഒപ്പം തന്നെ ഈ പരീക്ഷാ പേപ്പർ ചോർന്നിരുന്നു, അങ്ങനെ പലർക്കും മാർക്ക് ലഭിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. എന്തായാലും റീടെസ്റ്റ് നടത്തുക വഴി അതിൻ്റെ ഒരു വിശ്വാസ്യത തിരിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം അഡ്മിഷൻ കൗൺസിലിംഗ് കാര്യങ്ങളിൽ കോടതി ഇടപെടില്ല എന്നുകൂടി സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. ാണ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഇതിൽ കേന്ദ്ര സർക്കാർ കോടതിയിലെടുത്ത നിലപാട് എന്തായിരുന്നു? ഈ പരീക്ഷ നടത്തിപ്പ് ഏജൻസി എടുത്ത നിലപാട് എന്തായിരുന്നു? ഒപ്പം ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം എന്തായിരുന്നു? അതിന്റെ വിശദാംശങ്ങൾ കൂടി ഷംന. സജിത്, NTA നൽകിയ ശുപാർശയിൽ തന്നെയാണ് സുപ്രീം കോടതി ശുപാർശ തന്നെയാണ് സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഈ ഒന്നാം റാങ്ക് ലഭിച്ച 67 വിദ്യാർത്ഥികളിൽ 47 പേർക്ക് ഗ്രേസ് മാർക്ക് വഴി റാങ്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ മറ്റ് വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും അതിൽ അതൃപ്തി ഉണ്ടായിരുന്നു, അതിൽ എതിർപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരം ഒരു വിധി വരുന്നത് റീടെസ്റ്റ് നടത്തണം, റീടെസ്റ്റ് നടത്തിയില്ലെങ്കിൽ ആ മാർക്ക് ഒഴിവാക്കി എഴുതി ലഭിച്ച മാർക്ക് മാത്രമായിരിക്കും ഫൈനൽ സ്കോറായി പരിഗണിക്കുക എന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു അറിയിപ്പ് ലഭിക്കുമ്പോൾ തീർച്ചയായും അത് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന ഒരു ആശ്വാസം തന്നെയാണ്. ുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനമാണ് വരുന്നത്. 1500-ലധികം പേർക്ക് റീടെസ്റ്റ് നടത്താനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. NTA സമിതി ശുപാർശ അംഗീകരിക്കുന്നു. ഈ മാസം 23-ന് വീണ്ടും പരീക്ഷ നടത്താനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. നീറ്റ് പരീക്ഷ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പരീക്ഷ നടത്തിപ്പിൽ ചില പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. നേരത്തെ അത് സാങ്കേതിക ചില കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത്തരം പരാതികൾ അവഗണിക്കുകയാണ് ചെയ്തത്. ഒടുവിൽ കോടതിയിലെത്തുമ്പോൾ ഈ തരത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നു. 1563 പേർക്ക് നീറ്റിൽ പുനഃപരീക്ഷ നടത്താനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. 23-ന് ഇത് സംബന്ധിച്ച പരീക്ഷ നടത്തിപ്പിക്കാനുള്ള തീരുമാനവും ഉണ്ടാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.